വായിക്കാം യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 39-ാമത്തെ വാക്യം. The Gospel of John chapter 9 verse 39. കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടരാവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു. കാണുന്നവർ കാണുവാനും കാണാത്തവർ കുരുടരാകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിലേക്ക് വന്നു എന്ന് യേശു പറഞ്ഞു. ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല, എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മിൽ മാറ്റം വരുത്തും. ദൈവത്തിന്റെ വചനത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഒരു മനുഷ്യനും കഴിയില്ല. ഇത് സ്വർഗത്തിലും ഭൂമിയിലും എന്നേക്കും സ്ഥിരമായിരിക്കുന്നതാണ്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് നമ്മിൽ രൂപാന്തരം വരുത്താൻ കഴിയും. മാറ്റമില്ലാത്തതും നമുക്ക് മാറ്റം തരുന്നതും, ആർക്കും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയാത്തതും നമുക്ക് രൂപാന്തരം നൽകുന്നതുമാണ് ജീവനുള്ള ദൈവത്തിന്റെ വചനം. ഇന്ന് രാത്രിയിൽ ഈ പന്തലിന്റെ കീഴിൽ ഇതിന്റെ ചുറ്റുപാടുകളിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുന്ന വ്യത്യസ്തരായ ദൈവമക്കൾ ഇതിന്റെ നടുവിലുണ്ട്. നിങ്ങളുടെ അടുക്കലിരിക്കുന്ന വ്യക്തിയുടെ പ്രാർത്ഥനാ വിഷയമല്ല നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം. നിങ്ങളുടെ അടുക്കലിരിക്കുന്ന വ്യക്തി കടന്നു പോകുന്ന സാഹചര്യമല്ല നിങ്ങളുടെ സാഹചര്യം. നിങ്ങളുടെ ആവശ്യമായിരിക്കണമെന്നില്ല നിങ്ങളുടെ അടുക്കലിരിക്കുന്ന വ്യക്തിയുടെ ആവശ്യം. നമുക്ക് പല ചോദ്യങ്ങളുണ്ട്, പല ആവശ്യങ്ങളുണ്ട്. 100 കണക്കിന് ചോദ്യങ്ങൾ, പല ആവശ്യങ്ങൾ നമ്മുടെ നടുവിലുണ്ടെങ്കിലും എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ ആവശ്യങ്ങൾക്കും ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് യേശു ക്രിസ്തുവിന്റെ നാമമാണ്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഇവിടെ ഉയരേണ്ടത് ഒരു മനുഷ്യന്റെ പേരല്ല. ഇന്ന് രാത്രിയിൽ ഇവിടെ ഉയരേണ്ടത് ഒരു വ്യക്തിയുടെ പേരല്ല, ഒരു സംഘടനയുടെ പേരല്ല. സകല നാമത്തിനും മേലായ യേശുവിന്റെ നാമം ഇന്ന് രാത്രിയിൽ ഇവിടെ ഉയരട്ടെ. അത് ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വ്യത്യസ്തമായ ആവശ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കുന്ന ദൈവവചനം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരമായിരിക്കും. കാരണം നിങ്ങളൊരു സൗഖ്യമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങളെ സൗഖ്യമാക്കുന്നത് ഒരു ഉപദേശിയുമല്ല, നിങ്ങളെ സൗഖ്യമാക്കുന്നത് ഒരു പാസ്റ്ററുമല്ല. 107-ാം സങ്കീർത്തനം 20-ാം വാക്യം പറയുന്നു, അവൻ തന്റെ വചനത്തെ അയച്ച് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങളെ സൗഖ്യമാക്കും എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സൗഖ്യമാണോ പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങൾക്ക് സൗഖ്യത്തെ നൽകിത്തരും. അല്ല, ഒരു വിശുദ്ധീകരണമാണോ നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രതീക്ഷിക്കുന്നത്? കർത്താവേ, ഇന്ന് രാത്രിയിൽ എന്നെ വിശുദ്ധീകരിക്കണമേ, ഇന്ന് രാത്രിയിൽ എന്നെ കഴുകണമേ, എന്റെ അകത്ത മനുഷ്യനെ വിശുദ്ധീകരിക്കണമേ എന്നൊരു പ്രാർത്ഥന നിങ്ങൾക്കുണ്ടെങ്കിൽ, യോഹന്നാൻ 15:3 യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ കേട്ട വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന് ഏത് മഹാപാപിയെയും വീണ്ടെടുക്കാൻ കഴിയും. ദൈവത്തിന്റെ വചനത്തിന് ഏത് അശുദ്ധനെയും വിശുദ്ധീകരിക്കാൻ കഴിയും. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ കേൾവി എനിക്ക് സൗഖ്യം തരുന്നു. സങ്കീർത്തനം 107:20. ദൈവവചനത്തിന്റെ കേൾവി എന്നെ വിശുദ്ധീകരിക്കുന്നു. യോഹന്നാൻ 15:3. ഇന്ന് രാത്രിയിൽ വിശ്വാസ ജീവിത യാത്രയിൽ, വിശ്വാസ ജീവിതം ഇടിഞ്ഞ് തകർന്ന് വിശ്വാസ ജീവിതത്തിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ ഇതിന്റെ മധ്യേ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഇന്ന് രാത്രി മനസ്സിലാക്കുക, നിങ്ങളുടെ വിശ്വാസം എങ്ങനെ വർദ്ധിക്കും. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 10-ാം അധ്യായത്തിൽ പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവവചനത്താലും വരുന്നു. ദൈവവചനത്തിന്റെ കേൾവി എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. ദൈവവചനത്തിന്റെ കേൾവി എന്നെ വിശുദ്ധീകരിക്കും. ദൈവവചനത്തിന്റെ കേൾവി എന്നെ സൗഖ്യമാക്കും. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒന്നാണ് അനുഗ്രഹം. അനുഗ്രഹിക്കപ്പെടാൻ താല്പര്യമില്ലാത്ത ആരാണ് ഈ ലോകത്തുള്ളത്? ഈ ലോകത്തുള്ള സകല നാനാ ജാതി മതസ്ഥർക്കും അനുഗ്രഹിക്കപ്പെടാൻ താല്പര്യമില്ലേ? അനുഗ്രഹിക്കപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അനുഗ്രഹം റൂഫിൽ നിന്ന് പൊളിഞ്ഞു വീഴുന്ന ഒന്നല്ല. അനുഗ്രഹം ആകാശത്ത് നിന്ന് പൊഴിഞ്ഞു വീഴുന്ന ഒന്നല്ല. എവിടെ അനുഗ്രഹിക്കപ്പെടുന്നത്? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം പറയുന്നു, ഈ പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വായിക്കുകയും അത് കേൾക്കുകയും അത് പ്രമാണിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ. അതെ,
ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ കേൾവി എന്നെ അനുഗ്രഹത്തിലേക്ക് നയിക്കും. വചനം എനിക്ക് സൗഖ്യം തരും. വചനം എന്നെ വിശുദ്ധീകരിക്കും. വചനം എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. വചനം എന്നെ അനുഗ്രഹത്തിലേക്ക് നയിക്കും. ആ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്ന് സാക്ഷാൽ വചനമാകുന്ന കർത്താവായ യേശു പറഞ്ഞ ഒരു വാക്കാണ് നാം വായിച്ചത്. കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടനാകാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിലേക്ക് വന്നു. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ ഈ 9-ാം അധ്യായത്തിനകത്ത് 41 വാക്യങ്ങളുണ്ട്. 41 വാക്യങ്ങൾ. യെസ്, 41 വേർഡ്സ്. ഈ 41 വാക്യങ്ങൾക്കകത്തും ഒറ്റ വിഷയമേ ഉള്ളൂ. ഒറ്റ വിഷയം. ഈ 41 വാക്യങ്ങളും അവിടെ വന്നത് പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യന്റെ കണ്ണ് യേശു സൗഖ്യമാക്കിയതാണ്. വേറെ ഒന്നും ആ ചാപ്റ്ററിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. 41 വാക്യങ്ങളിലായി ഒരു മിറക്കിൾ ഇങ്ങനെ നിൽക്കുക. എന്നാൽ യേശു കർത്താവ് അതിൽ സംസാരിച്ച വാക്കുകൾ വളരെ ചുരുക്കമാണ്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചാൽ ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് രാത്രി നമുക്ക് ആഴത്തിലേക്ക് ഒന്ന് ഇറങ്ങി വരാം. യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം 1-ാം വാക്യം. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. യേശു ഇങ്ങനെ കടന്നു പോകുമ്പോ ഇതാ പിറവിയിലെ അന്ധനായ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. ഈ ഒരു ഒറ്റ വാക്കുകൊണ്ട് അത് അവസാനിപ്പിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കണം, യേശു എന്തിലൂടെ കടന്നുപോയി, യേശു ഏത് സാഹചര്യത്തിലൂടെ കടന്നുപോയി, യേശു ഏത് അവസ്ഥയിലൂടെ കടന്നുപോയി എന്ന് പഠിക്കുന്നത് വളരെ നല്ലതാണ്. അവൻ കടന്നു പോകുമ്പോൾ കുരുടനെ കണ്ടു. ആ വാക്കുകൊണ്ട് നിർത്തരുത്. അവൻ എന്തിലൂടെ കടന്നുപോയി എന്ന് മനസ്സിലാക്കണം. ഏത് സാഹചര്യത്തിലൂടെ അവൻ കടന്നുപോയി എന്ന് പഠിക്കണം. അത് പഠിച്ചാൽ, അത് മനസ്സിലാക്കിയാൽ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ അകത്ത മനുഷ്യൻ ബലപ്പെട്ടു വരും. അവൻ എന്തിലൂടെ കടന്നുപോയി അതറിയണമെങ്കിൽ 9-ാം അധ്യായത്തിൽ നോക്കിക്കൊണ്ടിരുന്നാലൊക്കില്ല. 9-ാം അധ്യായം 1-ാം വാക്യത്തിലാണ് അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ മനുഷ്യനെ കണ്ടു എന്നെഴുതിയിരിക്കുന്നത്. എന്തിലൂടെ കടന്നുപോയി എന്നറിയണമെങ്കിൽ 8-ാം അധ്യായം 13-ാം വാക്യം. 8-ാം അധ്യായം 13-ാം വാക്യം. പരീശന്മാർ അവനോട്, നീ നിന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞു. നിനക്ക് സാക്ഷ്യമില്ല, നിന്റെ സാക്ഷ്യം നേരല്ല എന്ന് യേശുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരു കൂട്ടം പരീശന്മാരുടെ ഇടയിലൂടെ അവൻ കടന്നുപോയി. വാക്യം 41. നിങ്ങളുടെ പിതാവിന്റെ പ്രവൃത്തികളെ നിങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, ഞങ്ങൾ പരസംഗത്താൽ ജനിച്ചവരല്ല, ഞങ്ങൾക്ക് ഒരു പിതാവേയുള്ളൂ. യേശു കർത്താവിന്റെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന നിന്റെ പിതാവ് ആരാണ്? ഞങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ. നിന്റെ പിതാവ് ആരെന്ന് ചോദ്യം ചെയ്ത, തന്റെ പിതൃത്വത്തെ ചോദ്യം ചെയ്ത വ്യഭിചാര പുത്രനെന്ന് ഇൻഡയറക്റ്റായി വിശേഷിപ്പിച്ച ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിലൂടെ അവൻ കടന്നുപോയി. വാക്യം 48. യഹൂദന്മാർ അവനോട്, നീ ഒരു ശമര്യൻ, നിനക്ക് ഭൂതമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത് ശരിയല്ലയോ എന്ന് പറഞ്ഞു. മുഖത്തു നോക്കി നിനക്ക് ഭൂത എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിലൂടെ അവൻ കടന്നുപോയി. വാക്യം 49. അതിന് യേശു, എനിക്ക് ഭൂതമില്ല, ഞാൻ എന്റെ പിതാവിനെ ബഹുമാനിക്കുകയത്രേ ചെയ്യുന്നത്, നിങ്ങളോ എന്നെ അപമാനിക്കുന്നു. അപമാനിക്കുന്ന ഒരു കൂട്ടത്തിന്റെ നടുവിലൂടെ യേശു കടന്നുപോയി. വാക്യം 52. യഹൂദന്മാർ അവനോട്, നിനക്ക് ഭൂതമുണ്ട് എന്നിപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. നേരത്തെ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ഞങ്ങൾക്ക് ഉറപ്പായി നിനക്ക് ഭൂതമുണ്ടെന്ന്. അങ്ങനെ കൺഫേം ചെയ്ത് പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിലൂടെ അവൻ കടന്നുപോയി. വാക്യം 57. യഹൂദന്മാർ അവനോട്,
നിനക്ക് 50 വയസ്സായിട്ടില്ല, നീ അബ്രഹാം എന്നിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു. നിനക്ക് പ്രായത്തിലുണ്ട്, നീ പയ്യനല്ലേ, നീ ചെറുപ്പക്കാരനല്ലേ, ഞങ്ങളുടെ അത്രയും പ്രായം നിനക്കുണ്ടോ, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ? പ്രായം പറഞ്ഞത് എന്നാന്നറിയാവോ? പക്വതയില്ലാത്ത ചെറുക്ക, നീ മിണ്ടരുതെന്ന് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. പക്വതയില്ലാത്തവൻ എന്ന് വിളിച്ചവരുടെ നടുവിലൂടെ യേശു കടന്നുപോയി. വാക്യം 59. അപ്പോൾ അവർ അവനെ എറിയുവാൻ കല്ലെടുത്തു. അപ്പോൾ അവനെ എറിയാൻ കല്ലെടുത്തു. എറിയാൻ കല്ലെടുത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തിന് നടുവിലൂടെ കടന്നുപോയി. അടുത്ത വാക്യം വായിച്ചേ. യേശുവോ മറഞ്ഞ് ദൈവാലയം വിട്ടുപോയി. അടുത്ത വാക്യം 9-1 വാക്യം. അവൻ കടന്നു പോകുമ്പോൾ, കണ്ടോ, അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ മതി. എന്തിലൂടെ കടന്നുപോയി? ഏത് സാഹചര്യത്തിലൂടെ കടന്നുപോയി? സാക്ഷ്യമില്ലാത്തവൻ എന്ന് മുഖത്ത് നോക്കി വിളിച്ച ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിലൂടെ കടന്നുപോയി. വ്യഭിചാര പുത്രൻ എന്ന് വിശേഷിപ്പിച്ച ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിലൂടെ കടന്നുപോയി. ഭൂതമുണ്ടെന്ന് വിളിച്ച ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിലൂടെ കടന്നുപോയി. മുഖത്ത് നോക്കി അപമാനിച്ച ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിലൂടെ കടന്നുപോയി. ഭൂതമുണ്ടെന്ന് ഇപ്പൊ ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞ ഒരു സമൂഹത്തിനിടയിലൂടെ കടന്നുപോയി. പക്വതയില്ലാത്തവൻ എന്ന് വിളിച്ച ഒരു കൂട്ടം സമൂഹത്തിനിടയിലൂടെ കടന്നുപോയി. എറിയാൻ കല്ലും എടുത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു കൂട്ടത്തിന്റെ നടുവിലൂടെ അവൻ കടന്നു പോകുമ്പോഴും അന്തന്റെ കണ്ണ് തുറക്കാൻ ഉള്ള കരുത്ത് അവന്റെ കൈക്കുണ്ടായിരുന്നു. ഇന്ന് രാത്രി ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അപമാനിക്കുന്നവരുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും, ദുഷിക്കുന്നവരുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും, ഭൂതമുണ്ടെന്ന് വിളിച്ചവരുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും, പക്വതയില്ലാത്തവരെന്ന് പറഞ്ഞവരുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും, എറിയാൻ കല്ലും എടുത്ത് പിടിച്ചു നിൽക്കുന്നവന്റെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും അന്തന്റെ കണ്ണ് തുറക്കാനുള്ള പവർ, അന്തന്റെ കണ്ണ് തുറക്കാനുള്ള അഭിഷേകം, അന്തന്റെ കണ്ണ് തുറക്കാനുള്ള ശക്തി യേശുവിന്റെ കൈക്കുണ്ടായിരുന്നു. ഇന്ന് രാത്രി 23ാമത് ചെറുമക്കൽ കൺവെൻഷനിൽ പരിശുദ്ധാത്മ പറയുന്നു, ഈ പ്രതിസന്ധിയുടെ നടുവിലും നീ പവർഫുൾ ആണ്. എത്ര പേർക്ക് ഏറ്റെടുക്കാൻ കഴിയും? ഈ പ്രതികൂലത്തിന്റെ നടുവിലും നിങ്ങൾ ശക്തരാണ്. ഈ വെല്ലുവിളിയുടെ നടുവിലും നിങ്ങൾ ശക്തരാണ്. പറയാമോ? ഈ നിന്ദയുടെ നടുവിലും I am powerful. എറിയാൻ കല്ലും എടുത്ത് പിടിച്ചു നിൽക്കുന്നവന്റെ നടുവിലും I am powerful. മുഖത്ത് നോക്കി അപമാനിക്കുന്നവരുടെ നടുവിലും I am powerful. This is not my power. ഇതെന്റെ ശക്തിയല്ല, ഇതെന്നെ അയച്ചവന്റെ ശക്തിയാണ്. മനസ്സിലാകുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി അനുഭവിക്കുന്നവർക്കായി സ്തോത്രം. ഏതൊക്കെയോ കുടുംബങ്ങളോട്, അഭിഷിക്തന്മാരോട്, ഈ ദേശത്തോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, നിനക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത പ്രതികൂലത്തിന്റെ നടുവിലൂടെ ഇന്ന് രാത്രി നീ കടന്നു പോകുമ്പോഴും, നിന്മയുടെ നടുവിലൂടെ നീ കടന്നു പോകുമ്പോഴും, അപമാനത്തിന്റെ നടുവിലൂടെ ഇന്ന് രാത്രി കടന്നു പോകുമ്പോഴും, പ്രതിസന്ധിയുടെ നടുവിലൂടെ ഇന്ന് രാത്രി കടന്നു പോകുമ്പോഴും, എന്നെ ശക്തരാക്കുന്നവൻ മുഖാന്തരം, എന്നെ ശക്തരാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവർ. നിങ്ങൾ ഓർത്തേ, നമ്പർ 1, വെല്ലുവിളിയുടെ നടുവിലും, പ്രതിസന്ധിയുടെ നടുവിലും, അപമാനിക്കുന്നവരുടെ നടുവിലും, നിന്ദയുടെ നടുവിലും, എറിയാൻ കല്ലുമായി നിൽക്കുന്നവന്റെ നടുവിലും യേശു ശക്തനായിരുന്നു. ഹല്ലേലൂയ. അതെ, ഇന്ന് രാത്രിത്തെ സന്ദേശത്തിൽ പ്രാരംഭത്തിൽ തന്നെ ആത്മ പറയുന്നു, ഈ പ്രതിസന്ധിയുടെ നടുവിലും നീ ശക്തനാണ്. നിങ്ങൾ ഓർക്കണം, യേശു കർത്താവ് ചില മണിക്കൂറുകളുടെ പ്രതികൂലത്തിലൂടെ കടന്നുപോയി. ചില മണിക്കൂറുകളുടെ നിന്ദയിലൂടെ കടന്നുപോയി. ചില മണിക്കൂറുകളുടെ അപമാനത്തിലൂടെ കടന്നുപോയി. എന്നാൽ ചില മണിക്കൂറുകളുടെ നിന്ദയിലും ചില മണിക്കൂറുകളുടെ അപമാനത്തിലും കടന്നു പോകുന്ന യേശു ജന്മനാ പ്രശ്നത്തിലിരിക്കുന്നവനെ കണ്ടു.
ജന്മനാ പ്രതികൂലം അനുഭവിക്കുന്നവനെ കണ്ടു. ഇന്ന് രാത്രി ഈ ദൂത് ഏറ്റെടുക്കുമോ? എന്റെ ചില മണിക്കൂറുകളുടെ പ്രതികൂലം ജന്മനാ പ്രതിസന്ധി അനുഭവിക്കുന്നവനെ വിടുതലിന് കാരണമാവും. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എന്റെ ചില മണിക്കൂറുകളുടെ പ്രതികൂലം വർഷങ്ങളായി ബന്ധനത്തിൽ കടക്കുന്ന ചില കുടുംബങ്ങൾക്ക് വിടുതലാകും. ഇന്ന് രാത്രി അഭിഷിക്തനെ, ദൈവത്തിന്റെ ദാസിയെ, ദൈവത്തിന്റെ ദാസനെ, നീ ചില മണിക്കൂറുകളുടെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവം മറ്റാരിലും പകരാത്ത ഒരു ദൈവശക്തി നിന്റെ മേൽ പകർന്ന് അനേകർക്ക് നിങ്ങളൊരു വിടുതലായി മാറും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ഒന്ന്, ആ പ്രതികൂലത്തിന്റെ നടുവിലും ആ വെല്ലുവിളിയുടെ നടുവിലും യേശു ശക്തനായിരുന്നു. രണ്ട്, മണിക്കൂറുകളുടെ പ്രതിസന്ധിയിലൂടെ പോയ യേശു ജന്മനാ പ്രതിസന്ധിയിൽ ഇരിക്കുന്നവനെ കണ്ടു. മൂന്ന്, നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം. ആ സമയത്തും യേശു കർത്താവ് എറിയാൻ നിൽക്കുന്നവന്റെ കയ്യിൽ എത്ര കല്ലുണ്ടെന്ന് എണ്ണുകല്ലായിരുന്നു. ആ സമയത്തും യേശു കർത്താവ് ഭൂതമുണ്ടെന്ന് മുഖത്ത് നോക്കി വിളിച്ചവന്റെ മുമ്പിൽ തെളിയിക്കാൻ പോവല്ലായിരുന്നു. ഓ ഹല്ലേലൂയ. ആ സമയത്തും യേശു കർത്താവ് തന്നെ അപമാനിച്ചവന്റെ മുമ്പിൽ ആർഗ്യുമെന്റേഷന് പോകുകയല്ലായിരുന്നു. യേശു കർത്താവ് അവന്റെ കയ്യിൽ എത്ര കല്ലുണ്ടെന്ന് എണ്ണുകയല്ല ചെയ്തത്. അവിടെ വല്ല കുരുടനോ ചെകിടനോ ഇരിപ്പുണ്ടോ എന്നാ കർത്താവ് നോക്കുന്നേ. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നു? ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എന്താ അതിനകത്തുള്ള മെസ്സേജ്? അതിനകത്തുള്ള മെസ്സേജ് എന്നാന്ന് ഞാൻ പറയാം. യേശു കർത്താവിനെ പിതാവായ ദൈവം അഭിഷേകം ചെയ്തത് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ച ഉണ്ടാകാനാ, പീഡിതർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകാനാ. എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു? അതാണ് യേശുവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. സ്തോത്രം. എറിയാൻ കല്ലുമായി നിൽക്കുന്നവന്റെ കയ്യിലെ കല്ലിന്റെ എണ്ണം എടുത്തോണ്ടിരുന്നാൽ അതും നോക്കി تداول مع حماية مالية لا مثيل لها. إكسنس കൊണ്ടിരിക്കാൻ നിനക്ക് അവസാനം വരെ. പക്ഷെ ദൈവം നിന്നെ ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് നോക്ക്. ദൈവം ഏൽപ്പിച്ച ദർശനത്തിലേക്ക് നോക്ക്. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും? അപമാനിക്കുന്നവരുടെ നടുവിൽ, നിന്ദിക്കുന്നവരുടെ നടുവിൽ അതും നോക്കിയിരിക്കാനല്ല ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. എന്നെ സ്വർഗം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്. എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദർശനമുണ്ട്. എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സഭയുണ്ട്. അത് ഏറ്റെടുക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. ഈ ഫോക്കസ് യുവർ വിഷൻ. നിന്റെ ദർശനത്തിലേക്ക്, ദൈവം ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ തിരിക്കൂ. ഒരിക്കൽ ഒരു മനുഷ്യൻ, നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കാം, ഒരു നായാട്ടിന് പോയി. ഇദ്ദേഹം നായാട്ടിന് വേണ്ടി തോക്കൊക്കെ എടുത്ത് പോകുമ്പോ കുറച്ചു ദൂരം നടന്ന് ഇന്ന് എന്തെങ്കിലും വലിയൊരു സാധനത്തെ പിടിക്കണം എന്നുള്ള ചിന്തയിലാണ് പോണേ. കുറച്ചു ദൂരം നടന്ന് ചെന്നപ്പം വലിയൊരു കാട്ടുപോത്തിനെ കണ്ടു. പുള്ളി കാട്ടുപോത്തിന്റെ നേരെ ഇങ്ങനെ തോക്ക് ചൂണ്ടുന്ന സമയത്ത് സൈഡേ കൂടെ ഒരു മാൻ ഓടിപ്പോന്ന കണ്ടു. കാട്ടുപോത്തിനെ കണ്ടോണ്ടാണ് പുള്ളി ആ റൂട്ട് പിടിച്ചത്. സൈഡേ കൂടെ മാൻ ഓടി പോകുന്നത് കണ്ടതുകൊണ്ട് പുള്ളി മാന്റെ പുറകെ പോയി. ഇതിനേക്കാൾ ടേസ്റ്റ് അതിനായിരിക്കും എന്ന് കരുതി. പ്രൈസ് ദി ലോർഡ്. മാൻ പകുതി വഴിക്ക് ഓടി വഴിതിരിഞ്ഞു പോയി. മാനിനെയും കണ്ടില്ല, പിന്നെ കാട്ടുപോത്തിനെയും കണ്ടില്ല. പിന്നെ നോക്കിയപ്പോ കുറ്റിക്കാട്ടിന്റെ ഇടയിൽ ഒരു അനക്കം കണ്ടു. നോക്കിയപ്പോ ഒരു ചെവിയന, ഒരു മുയല. പുള്ളി അതിനെ വെടിവെച്ചിട്ട് പോയി. തിരിച്ചു വരുന്ന കാഴ്ച ഒന്ന് കണ്ടേ. പുള്ളി ഈ ചെവിയന്റെ, ഈ മുയലിന്റെ ചെവി പിടിച്ചോണ്ട് വരുന്ന കാഴ്ച ഒന്ന് ഇമാജിൻ ചെയ്തേ. പുള്ളി ഇറങ്ങി തിരിച്ചത് 400 കിലോയുള്ള കാട്ടുപോത്തിന് വേണ്ടിയാ. പുള്ളി തിരിച്ചു വരുന്നത് 4 കിലോയുള്ള മുയലിനെ കൊണ്ടാ. പ്രൈസ് ദി ലോർഡ്. നീ എന്തിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്നോ ആ ദർശനത്തെ, ആ കാഴ്ചപ്പാടിനെ തെറ്റിക്കാൻ ഇടയ്ക്കൂടെ ചാടുന്നതിനെ ഒന്നും ശ്രദ്ധിക്കരുത്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇടയ്ക്കൂടെ ചാടുന്നതിനെ ഒന്നും ശ്രദ്ധിക്കരുത്. ദൈവം ഏൽപ്പിച്ചതിലേക്ക് നോക്ക്. ദൈവം ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് നോക്ക്. നെഹമ്യാ പറയുന്നു, വരുവീൻ, സ്വർഗത്തിലെ ദൈവം നമുക്ക് കാര്യം സാധിപ്പിക്കും. ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. പ്രൈസ് ദി ലോർഡ്. എറിയാൻ കല്ലുമായി നിൽക്കുന്നവന്റെ കല്ല് എണ്ണിക്കൊണ്ടിരുന്നാൽ നീ ഈ ഫേസ്ബുക്കിനകത്തൊക്കെ മാന്തിക്കൊണ്ടിരുന്ന അവിടെ ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. അതും കണ്ടോണ്ട് അവിടെ ഇരിക്കാം.
ഈ സാരമൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് തമ്പുരാന്റെ സന്നിധി പോയി ഇരുന്നാൽ ആമേൻ പുതിയൊരു അഭിഷേകത്തോടെ പുറത്തിറങ്ങി വരാം. മനസ്സിലാക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പുതിയൊരു ശക്തിയോടെ പുറത്തിറങ്ങി വരാം. എന്നിടയ്ക്ക് ഒരു ദൈവദാസൻ ഇടയ്ക്ക് വന്ന് ചോദിച്ചു, പാസ്റ്റർ ശുശ്രൂഷയുടെ ഒരു അനുഗ്രഹം ഒന്ന് പറയാവോ, ഒറ്റ അനുഗ്രഹം ഒന്ന് പറയാവോ? ഓടിപ്പോകുന്ന വഴിക്കാ ചോദിക്കുന്നത്. പെട്ടെന്ന് എനിക്ക് എല്ലാം കൂടെ ഓർമ്മ വന്നില്ല. ഒറ്റ ബാക്കി പറഞ്ഞു, എനിക്ക് ഫേസ്ബുക്ക് ഇല്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ ആകെയുള്ളതൊരു ഫേസ്ബുക്കാ, അത് കയ്യിലുണ്ട്. എനിക്ക് ഫേസ്ബുക്ക് ഇല്ല. അതിനകത്ത് വരുന്ന ഒരു സാധനം എന്നെ കാണിക്കാൻ ആരെങ്കിലും അതിനകത്ത് എഴുതുന്നെങ്കിൽ പരസ്യമായിട്ട് പറയട്ടെ, എനിക്ക് ആ സാധനം ഇല്ല. വെറുതെ സമയം കളയട്ടെ, ഞാനത് നോക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഞാൻ നോക്കുന്ന ഒരു പുസ്തകമുണ്ട്, ബൈബിൾ. അതിനകത്ത് എന്തെങ്കിലും എഴുതി വെച്ചാൽ നോക്കാം. കരങ്ങളൊന്ന് ഉയർത്തി ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഒന്ന്, വെല്ലുവിളിയുടെ നടുവിലും പ്രതിസന്ധിയുടെ നടുവിലും നമ്മുടെ കർത്താവ് ശക്തനായിരുന്നു. എറിയാൻ കല്ലുമായി നിൽക്കുന്നവന്റെ കൈക്കില്ലാത്ത കരുത്ത് അവന്റെ കരുത്തിനുണ്ടായിരുന്നു. ഇന്ന് രാത്രിയിൽ ആരോടൊക്കെ ആത്മ പ്രവചിക്കുന്നു, നിന്റെ ശത്രുവിനില്ലാത്ത ബലം ദൈവം നിന്നിൽ വെച്ചിട്ടുണ്ട്. നിന്റെ ശത്രുവിനില്ലാത്ത അഭിഷേകം ദൈവം നിന്റെ മേൽ വെച്ചിട്ടുണ്ട്. നിന്റെ ശത്രുവിനില്ലാത്ത ആ ശക്തി ദൈവം നിന്റെ മേൽ വെച്ചിട്ടുണ്ട്. ഉറപ്പുള്ളവർ കരങ്ങൾ അടിച്ച് ഇന്ന് രാത്രിയിൽ നിന്ന് സ്വീകരിച്ചത്. ഓ മൈ ഗാഡ്. ഒരു മന്ത്രവാദിക്കും, ഒരു ആഭിചാരകനും, ഒരു പിശാചിനും, ഒരു എതിർ പ്രാർത്ഥനയ്ക്കും, ഒരു ദുഷ്ടനും ഇല്ലാത്ത ദൈവകൃപ നിന്റെ മേലുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ ശത്രുവിനില്ലാത്തൊരായുധം എന്റെ മേലുണ്ട്. അതത്രേ എന്റെ മേലുള്ള അഭിഷേകം. ചില മണിക്കൂറുകളുടെ പ്രതിസന്ധി ജന്മന പ്രതിസന്ധിയിലിരിക്കുന്നവന് വിടുതലായി മാറി. അതെ സഹോദരങ്ങളെ, ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് നിങ്ങളുടെ കണ്ണ് പിൻവലിക്കരുത്. ഞാൻ ഇവിടെ ഇരിക്കുന്ന എൻ്റെ അനുഗ്രഹീതരായ ദൈവദാസന്മാരോട് ഒരു അനുജനെ പോലെ, ഒരു സഹോദരനെ പോലെ ഞാൻ പറയുന്നു, എറിയാൻ കല്ലുമായി നിൽക്കുന്ന ഒന്നോ രണ്ടോ എണ്ണ സൈഡെ കാണും. നീ അവനെ നോക്കിക്കൊണ്ടിരിക്കരുത്. മറുഭാഗത്ത് നിന്റെ ഒരു കൈവപ്പിന് വേണ്ടി നിൽക്കുന്ന 10,000 എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞ മനസ്സിലാകുന്നു? എറിയാൻ കല്ലുമായി നിൽക്കുന്ന ഒന്നോ രണ്ടോ, ഇവനെ എറിയാനേ അറിയൂ. എറിയാൻ കല്ലുമായി നിൽക്കുന്നവന് അവൻ അതിന്റെ ഡോക്ടറാ, അവൻ അതിന്റെ PhD. അവൻ എറിയാനേ അറിയൂ. പക്ഷെ അവനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത പലതും നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും. വിശ്വസിക്കുന്നവർ രാത്രി ഏറ്റെടുക്ക. അവന്റെ കരത്തിന് ചെയ്യാൻ കഴിയാത്ത പലതും നിന്റെ കരത്തിന് ചെയ്യാൻ കഴിയും. ഓ വിശ്വസിക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞ I am powerful. come on. ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ ശക്തനാണ്. ഹല്ലേലൂയ. ഈ ചാപ്റ്ററിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. അതിനകത്ത് ഈ കുരുടനെ കുറിച്ച് 1-2 കാര്യം ഞാൻ പറയാം. യേശു കർത്താവ് പല കുരുടന്മാരെ സൗഖ്യമാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ കുരുടൻ ഇച്ചിരി ഡിഫറൻ്റ് ആണ്. എന്താണെന്നറിയാൻ എൻ്റെ കാരണം? നമ്പർ 1, ഈ കുരുടന് അപ്പനും അമ്മയും ഉണ്ടായിരുന്നു. അപ്പനും അമ്മയും എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യഹൂദന്മാർ, പരീശന്മാരെല്ലാം കൂടെ ഇവന്റെ വീട്ടിൽ ചെന്നിട്ട് ഇവന്റെ അപ്പനും അമ്മയോടും ചോദിച്ചു, ഇവൻ എങ്ങനെ സൗഖ്യമായേ? ഇവനെ ആരാ സൗഖ്യമാക്കിയേ? അപ്പൊ ഇവന് നിലവിൽ ജീവനോടെ പേരൻസ് ഉണ്ടായിരുന്നു, അപ്പനും അമ്മ ഉണ്ടായിരുന്നു. ഈ അപ്പനും അമ്മയും കേരളത്തിൽ നിന്ന് ട്രെയിനിങ് കഴിഞ്ഞ് പോയാണോന്ന് എനിക്കറിയില്ല. അപ്പനും അമ്മയും പറഞ്ഞ എന്നാന്നറിയാവോ? അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിച്ചോളാൻ പറഞ്ഞു. കാരണം ഞാനൊന്നും കണ്ടിട്ടില്ല, എനിക്കൊന്നും അറിയത്തുമില്ല. പക്ഷെ ഞാൻ പുറകെ പറയും. മനസ്സിലായവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിച്ചോളൂ. അപ്പൊ അവന് അപ്പനും അമ്മയുണ്ട്. 2, അവനൊരു പള്ളിയിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു, ഒരു പള്ളിയിൽ. അതുകൊണ്ടാണ് യേശുവിൽ വിശ്വസിച്ച കാരണം കൊണ്ട് ഇവനെ പള്ളി പ്രശ്നനാക്കി, ഇവനെ പള്ളിയിൽ നിന്ന് മുടക്കി. അപ്പൊ അവനൊരു പള്ളിയിൽ അംഗത്വം ഉണ്ടായിരുന്നു, ഇവന് അപ്പനും അമ്മ ഉണ്ടായിരുന്നു. ഇതെല്ലാം പോട്ടെ, ഈ 41 വാക്യങ്ങൾക്കകത്ത് 7 സ്ഥലത്തെ കർത്താവ് സംസാരിച്ചിട്ടുള്ളൂ. റെഡ് ലെറ്ററിൽ, ഇംഗ്ലീഷ് ബൈബിളിനകത്ത് കർത്താവ് യേശു പറഞ്ഞ വാക്ക് റെഡ് ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്.
അതൊന്ന് കൗണ്ട് ചെയ്ത് എണ്ണി നോക്കിയാൽ മതി, കറക്റ്റായിട്ട് പടി കിട്ടും. 7 സ്ഥലത്തെ കർത്താവ് വേണ്ടിയിട്ടുള്ളൂ. ബാക്കി 10-34 വാക്യങ്ങൾ മുഴുവൻ നാട്ടുകാർ പറഞ്ഞതാ. നാട്ടുകാർ ഏറ്റെടുത്ത ഈ വിഷയം. ഇതിനകത്ത് ഭൂരിഭാഗവും ഒരു 34ഓളം വാക്യവും നാട്ടുകാർ സംസാരിച്ച. കമ്മ്യൂണിറ്റി സപ്പോർട്ട്. ഒരു ഇവനെങ്ങനെ സൗഖ്യമായി, ഇവനെ ആര് സൗഖ്യമാക്കി, ഏത് നേരത്തെ സൗഖ്യമായി, ഒരു സമൂഹം മുഴുവൻ ഇളകിഞ്ഞു വന്നു. ഓർക്കണം, അവൻ അപ്പനും അമ്മ ഉണ്ടായിരുന്നു, അവനൊരു പള്ളി മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. 3, ഒരു വലിയ സമൂഹം ഇവന് പിന്തുണയ്ക്കുണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഇവന്റെ ഭാവി നഷ്ടപ്പെട്ടിരുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഇവന്റെ ഭാവി ജീവിതം തകരാറിലായിരുന്നു. ഈ സുവിശേഷ യോഗത്തിൽ, ഈ ശബ്ദസീമയ്ക്കുള്ളിൽ എന്നെ കേൾക്കുന്ന മാന്യ ദൈവജനത്തോട് ഞാൻ പറയുന്നു, എല്ലാം നിനക്കുണ്ടായിരുന്നു. വളരാൻ, അനുഗ്രഹിക്കപ്പെടാൻ, പുരോഗതി പ്രാപിക്കാൻ, ഉയർച്ച പ്രാപിക്കാൻ എല്ലാ സാഹചര്യങ്ങളും നിനക്കുണ്ടായിരുന്നിട്ടും ഒന്നുമാകാൻ കഴിയാതെ ഭാവി നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ ആരെങ്കിലും ഈ പന്തലിന് ചുറ്റുപാടിലോ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയുന്നു, മാനവകുലത്തിന് നഷ്ടപ്പെട്ട ഭാവി തിരികെ കൊടുക്കാൻ ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. മാനവകുലത്തിന് നഷ്ടപ്പെട്ട ഭാവി തിരികെ കൊടുക്കാൻ ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു മതസ്ഥാപകനായിട്ടല്ല, ഒരു മതത്തിന്റെ മീറ്റിംഗിലല്ല. ഇന്ന് രാത്രി ഞാൻ ശുശ്രൂഷിക്കുന്നത് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് കർത്താവ് യേശു. ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് യേശു. അവന്റെ മുമ്പിൽ മതമില്ല, അവന്റെ മുമ്പിൽ ജാതിയില്ല, വർഗ വർണ്ണ വ്യത്യാസങ്ങളില്ല. യോഹന്നാൻ 1:12 ബൈബിൾ പറയുന്നു, യേശുവിനെ കൈക്കൊണ്ട്, അവനെ കൈക്കൊണ്ട്, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. ഈ പന്തലിന്റെ കീഴിൽ, ഇതിന് ചുറ്റുപാടിൽ നിങ്ങൾ ഏത് മതവുമാകാം, ഏത് ജാതിയുമാകാം, ഏത് സംഘടനയുമാകാം. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നിന്നെ രക്ഷിപ്പാൻ ഒരു നാമമേ ഉള്ളൂ. ആ നാമം യേശുവിന്റെ നാമമാണ്. അതെ, അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അതിൽ യഹൂദനെന്നില്ല, അതിൽ യവനെന്നില്ല, അതിൽ എബ്രായനെന്നില്ല. ഇന്ന് രാത്രി ഈ പന്തലിന്റെ കീഴിലിരുന്ന് യേശുവേ എന്ന് വായി തുറന്ന് വിളിച്ചാൽ അതിനകത്തൊരു വിടുതലുണ്ടെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാനായി കഴിയുന്നു? ഒരു വ്യക്തിയുടെ പേര് പറയുന്നതിനേക്കാൾ, ഏതെങ്കിലും ഒരു സംഘടനയുടെ നാമം പറയുന്നതിനേക്കാൾ ശബ്ദമുയർത്തി പറഞ്ഞ് യേശു, ശബ്ദമുയർത്തി പറഞ്ഞ് ജീസസ്. Call upon that name. Come on, say everyone, Jesus. Come on loudly, Jesus. Robolo korama sandara bakaradia. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ജനമേ, കർത്താവിന്റെ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കുക, അവനിൽ വിശ്വസിക്കുന്നവർ ഒരു നാൾ ലജ്ജിച്ചു പോകില്ല. യോഹന്നാൻ 3:16 അവനെ കൈക്കൊണ്ട് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. അടുത്തിരിക്കുന്നവർക്ക് കൈകൊടുത്ത് പറയുമോ, യേശുവിൽ വിശ്വസിക്കുന്നവർ നശിച്ചു പോകില്ല. അനുഭവമുള്ളവർ മാത്രം പറഞ്ഞാൽ മതി. യേശുവിൽ വിശ്വസിക്കുന്നവർ നശിച്ചു പോകില്ല. യേശുവിൽ വിശ്വസിക്കുന്നവർ നശിച്ചു പോകില്ല. നിന്റെ ആശ്രയം ഒരു മനുഷ്യരിലാണെങ്കിൽ നീ നശിക്കാനുള്ള സാധ്യതയുണ്ട്. നിന്റെ ആശ്രയം ഒരു പാസ്റ്ററിലാണെങ്കിൽ നീ നശിക്കാനുള്ള സാധ്യതയുണ്ട്. നിന്റെ ആശ്രയം ഒരു സംഘടനയിലാണെങ്കിൽ നീ നശിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പുത്രനെ ചുംബിക്കുന്നവൻ വഴിയിൽ വെച്ച് പട്ടുപോകില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പുത്രനെ ചുംബിച്ചവൻ വഴിയിൽ വെച്ച് പട്ടുപോകില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ഒരു നാളും ലജ്ജിച്ചു പോയില്ല. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. നിങ്ങൾ നോക്കൂ, ഈ കുരുടനെ അപ്പനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു, വീട്ടുകാരുണ്ടായിരുന്നു, പള്ളി ഉണ്ടായിരുന്നു, പള്ളിക്കാരുണ്ടായിരുന്നു, സമൂഹവും സമുദായം ഉണ്ടായിരുന്നു. പക്ഷേ അവന്റെ ഭാവി നഷ്ടപ്പെട്ടു, അവന്റെ ഫ്യൂച്ചർ നഷ്ടപ്പെട്ടു. ഇന്ന് രാത്രിയിൽ എന്റെ ഭാവി നഷ്ടപ്പെട്ടു. എങ്ങനെ എന്റെ ഭാവി തിരിച്ചു വരും? എനിക്കൊരു നല്ല നാൾ ഉണ്ടാകുമോ, ഒരു ജീവിതം ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഈ പന്തലിൽ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായി പറയുന്നു, നിന്റെ ഭാവി പ്രത്യാശ
കർത്താവായ യേശുവാണ്. ഇതൊരു പ്രവചന ദൂതാണ്. കാരണം അവന് മാത്രമേ നിന്റെ സ്ഥിതിയെ മാറ്റാൻ കഴിയൂ. വിശുദ്ധ വചനം പറയുന്നു, ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, എന്റെ സ്ഥിതിയെ മാറ്റാൻ എന്റെ ദൈവത്തിന് കഴിയും, എന്റെ സിറ്റുവേഷനെ മാറ്റാൻ എന്റെ ദൈവത്തിന് കഴിയും, എന്റെ സാഹചര്യങ്ങളെ മാറ്റാൻ എന്റെ കർത്താവിന് കഴിയും. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ഇന്ന് രാത്രി കർത്താവിനെ നന്ദി പറഞ്ഞാട്ടെ. സ്വന്തം എന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്റെ പണമല്ല, എന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്റെ പഠിത്തമല്ല, എന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്റെ ദൈവത്തോടുള്ള ബന്ധം, എന്റെ കർത്താവിനോടുള്ള ബന്ധം. എന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് എനിക്ക് ദുബായ് പോകാൻ പറ്റിയതല്ല. എന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് എനിക്ക് അമേരിക്കൻ വിസ കിട്ടിയതല്ല. എന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് വേങ്ങൂരോ ചെറുവക്കലോ ഒരു വീട് വെക്കാൻ പറ്റിയതല്ല. എന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് എന്റെ യേശുവിനെ ഞാൻ കണ്ടെത്തിയതാ എന്ന ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി പറയാമോ? എന്റെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് എന്റെ യേശുവിനെ ഞാൻ കണ്ടെത്തിയതാ, എന്റെ രക്ഷകനെ ഞാൻ കണ്ടെത്തിയതാ. അതെ, നഷ്ടപ്പെട്ട മാനവകുലത്തിന്റെ ഭാവി തിരിച്ചു തരാൻ യേശുവിന് കഴിയും.